Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight സദാചാര ഗുണ്ടകളെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? ആദ്യമായിട്ടാണ് ഒരു സദാചാര ഗുണ്ടീനെ കാണുന്നത്. ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം! എന്തിനങ്ങോട്ട് മാറണം? ഭാര്യയും ഭർത്താവുമാണ്. അവര് BP ലോ ആയിട്ട് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി ക്ഷീണം കാരണം വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പത്തേക്ക് തൊട്ടടുത്ത വീട്ടിലെ ഒരു കുട്ടി അവിടെ കാറിനുള്ളിൽ അരുതാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അത് ആ കുട്ടി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളായിരുന്നു. എന്തിനാണ് ഈ ഒരു കുട്ടി ഇങ്ങനെ ചെയ്തത്? അതായത് ഇപ്പം സദാചാരം എവിടെ പ്രയോഗിക്കണം, ആരുടെ അടുത്താണ് നടക്കുന്നത് എന്നൊന്നും ഒരു വെളിവുമില്ല. ഒരാണും പെണ്ണും എവിടെയെങ്കിലും ഒന്ന് മാറി ഒറ്റയ്ക്ക് ഇരുന്നാൽ അവിടെ സദാചാരമായി. അതിപ്പം ആണെന്നോ പെണ്ണെന്നോ അങ്ങനെയൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് പോലും സദാചാരത്തിന്റെ ബോധമാണ് ഇപ്പം ഉണർന്നു വരുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു കുട്ടിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചാണിത്. ഒരു 14-15 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഒരു പെൺകുട്ടിക്ക്. അപ്പം ആ ഒരു കുട്ടി പറയണത് ആണും പെണ്ണും കൂടി കാറിനുള്ളിൽ എന്തോ അരുതാത്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഞാൻ കണ്ടു എന്നുള്ളത് ഉച്ചത്തിൽ വിളിച്ച് ആർത്ത് പറയാണ്. പക്ഷെ അപ്പത്തേക്ക് ഇവര് ഈ ഒരു ഡോക്ടറെ കണ്ടുള്ള OPയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പം അവർക്ക് മനസ്സിലായി ഇവര് ശരിക്കും ഭാര്യയും ഭർത്താവുമാണ്, ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരികയാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇവിടെ ഈ ഒരു കുട്ടി ചെയ്യുന്നത് ഒരു കാരണവും ഇല്ലാതെ സ്വന്തം തറയിൽ കിടന്ന വടിയെടുത്ത് ഇവരുടെ കൈ കൊടുത്തിട്ട് എന്നെ അടിച്ചോളൂ എന്നുള്ള കാര്യമാണ് ഈ ഒരു കുട്ടിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെയാണ് വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയണത്. ഒരു കാര്യമില്ലാതെ അത് ആ കുട്ടിക്ക് മാന്യമായിട്ട് പോയി ചോദിക്കാമായിരുന്നു, നിങ്ങൾ ഈ ഒരു കാർ ഇവിടെ എന്തിനാണ് നിർത്തിയിട്ടത്, ഇത് ഞങ്ങളുടെ വീടാണ്, എന്തിനാണ് നിങ്ങൾ ഈ ഒരു കാർ ഇതിന്റെ മുമ്പിൽ നിർത്തിയിട്ടത് എന്നുള്ളത് മാന്യമായിട്ട് ആ ഒരു കുട്ടിക്ക് പോയി ചോദിക്കാമായിരുന്നു. അങ്ങനെയാണ് പക്വതയുള്ള ഒരു കുട്ടി ചെയ്യാം. പക്ഷെ ഇവിടെ സദാചാരത്തിന്റെ ബോധം ഈ ഒരു കുട്ടീനുള്ളിൽ ഉണർന്നിട്ട് കുട്ടി അങ്ങ് അലറി വിളിക്കുകയാണ്. ഈ ഒരു കാറിനുള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു കുട്ടി അങ്ങോട്ട് പ്രസ്താവിച്ചിട്ട് അങ്ങ് അലറി വിളിച്ചുകൊണ്ട് അങ്ങ് പറയുകയാണ് നാട്ടുകാരോട്. ഇപ്പം അതിലൂടെ എന്തുണ്ടായി? ആ ഒരു കുട്ടീന്റെ വീട്ടിലുള്ള അച്ഛനെ അമ്മേനെ വേറെ നാണം കെടുത്തി. ഈ ഒരു ഫേസ്ബുക്കിൽ ഈ ഒരു വ്യക്തി ഇത് ഷൂട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലൂടെ കാണുന്നത് എന്താണ്? ഈ ഒരു കുട്ടി ഈ പറയുന്നത് ഒരുപാട് ആൾക്കാർ കണ്ടു. അതോടെ ആ ഒരു കുട്ടിയുടെ കുടുംബം ആകെപ്പാടെ എന്താ പറയാ നാണം കെട്ടു എന്ന് പറയാം പൊതുസമൂഹത്തിന് മുമ്പിൽ. അപ്പം ഇങ്ങനെ സദാചാര ബോധമൊക്കെ ഉന്നയിക്കുമ്പോൾ അത് ആരാണ്? ശരിക്കും അവർ ഭാര്യയും ഭർത്താവും ആണോ, അല്ലെങ്കിൽ ഒരു ആങ്ങളെയും പെങ്ങളും ആണോ, അച്ഛനും മോളും ആണോ എന്നുള്ളതൊക്കെ നോക്കിയും കണ്ടിട്ടും വേണം ഈ ഒരു സദാചാരത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികളുടെ ഒരു പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളല്ലല്ലോ. എന്തിനാണ് ഈ ഒരു കുട്ടി ഇവിടെ ഇങ്ങനെ ചെയ്തത് എന്ന് മനസ്സിലാവണില്ലേ? അപ്പം ഈ ഒരു കുട്ടി ഇങ്ങനെ സദാചാരത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടിയുടെ ചിന്താഗതിയും ചിന്തയൊക്കെ എന്തുപോലെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക? അപ്പം എന്തായാലും നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്ക് അല്ലേ? ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടപ്പം ഒരു എന്താ പറയാ, ഇങ്ങനെയും ഇന്നത്തെ കാലത്തും ഇന്നത്തെ കുട്ടികളും ഇങ്ങനെയൊക്കെയാണല്ലോ സമൂഹത്തെ കാണുന്നത്. എത്രയൊക്കെ പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിലും സദാചാരം എന്നും സദാചാരം തന്നെയാണ്. അവിടെ ഒരു ഇരയെ കിട്ടാൻ വേണ്ടിയിട്ട് തക്കം പാത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നമുക്ക് ഇന്നും കാണാൻ പറ്റുന്നത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.